ഹലോ ട്രേഡേഴ്സ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെറിയ അക്കൗണ്ട് എങ്ങനെ ഫ്ലിപ്പ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്കറിയാം, ഓൾറെഡി ഡിസ്കോഡ് ചാനലിലെ ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഞാൻ ഓൾറെഡി കുറേ അക്കൗണ്ട് ഫ്ലിപ്പ് ചെയ്തതൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈവായിട്ട് തന്നെ. അതായത് നമ്മൾ ഓൾറെഡി ഡിസ്കോഡ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന ട്രേഡ്സ് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് തന്നെ, ആ ഒരു സെറ്റപ്പ് യൂസ് ചെയ്തിട്ട് തന്നെ $50 1000 ആക്കിയതും, അതുപോലെ $500 $10,000 ഫ്ലിപ്പ് ചെയ്തതൊക്കെ ലൈവായിട്ട് ഡിസ്കോഡ് ചാനൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നേ. നവംബറിലാണെന്ന് തോന്നുന്നു ലാസ്റ്റ് സെഷൻ ഇട്ടത്. പിന്നെ ഇപ്പോൾ അടുത്ത് ഒരു ചെറിയ $10 അക്കൗണ്ടിൻ്റെ ഫ്ലിപ്പിങ്ങിൻ്റെ ചലഞ്ച് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനുള്ള, അതായത് അക്കൗണ്ട് ഫ്ലിപ്പിംഗ് എന്ന് പറയുന്നത് പോസിബിൾ ആണ് എന്നത് കാണിക്കാൻ വേണ്ടി ഞാൻ ആ ഒരു വീഡിയോ, ആ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാം. എൻ്റെ ലൈവ് അക്കൗണ്ടിൽ ഞാൻ എങ്ങനെയാണ് $500 $10,000 കൺവേർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഫ്ലിപ്പ് ചെയ്തത് എന്നുള്ളതിൻ്റെ ആ ഒരു ട്രേഡ് ഡീറ്റെയിൽസ് ഹിസ്റ്ററി ഞാൻ ഇതിൽ ഇപ്പോൾ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൺവിൻസ്ഡ് ആവും, അതായത് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലാതെ വെറുതെ പറഞ്ഞു പോകുന്ന ഒരു കാര്യമല്ല, ദിസ് ഈസ് പോസിബിൾ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ നമുക്ക് സ്ക്രീനിൽ ഞാൻ എൻ്റെ ഫോൺ മിറർ ചെയ്ത് തരാം. അതിൽ മെറ്റാട്രേഡർ എടുത്ത് എങ്ങനെയാണ് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഇതിൽ മെറ്റാട്രേഡറിലാണ് ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. IC മാർക്കറ്റിൽ ഈ ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിലാണ് ഞാൻ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തത്. നിങ്ങൾക്ക് കാണാം, IC മാർക്കറ്റിൻ്റെ റോ ട്രേഡിംഗ് അക്കൗണ്ടാണ്, ലൈവ് അക്കൗണ്ടാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് 0 ബാലൻസ് ആണ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നില്ല. എനിക്ക് പല അക്കൗണ്ട്സും ഉണ്ട്. അതിൽ ഓരോ അക്കൗണ്ട്സിലായിട്ട് ഓരോ ടൈമിലാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി ഇവിടെ നിങ്ങൾക്ക് കാണാം. ഞാനിവിടെ ഓൾറെഡി സ്റ്റാർട്ട് ഡേറ്റ് 1 നവംബർ, എൻഡ് ഡേറ്റ് 11 നവംബർ കൊടുത്തിട്ടുണ്ട്. 2024 ആ ഒരു ടൈമിലായിരുന്നു പർട്ടിക്കുലർലി എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. ബാലൻസ് നോക്കുകയാണെങ്കിൽ 500, പിന്നെ അതിന് ശേഷം എടുത്ത ട്രേഡ് കാര്യങ്ങൾ, പിന്നെ അതിൽ വന്ന പ്രോഫിറ്റ് ലോസ്, വിഡ്രോവലാണിത്, ബാലൻസ് 500. അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഹിസ്റ്ററി കംപ്ലീറ്റ്ലി ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഹിസ്റ്ററി. ഡെപ്പോസിറ്റ് 505 ആണ് ഡെപ്പോസിറ്റ് ചെയ്തത്. അതിന് വിഡ്രോവൽ എടുത്തത് 7902 ആണ്, ഓൾമോസ്റ്റ് 8000 വിഡ്രോവൽ. പ്രോഫിറ്റ് വന്നിരുന്നത് $11,000 ആണ്. ഓക്കെ, പിന്നെ സ്വാപ്പ് കമ്മീഷൻ, ബാക്കി ബാലൻസ് 3500 സംതിങ് ഉണ്ടായിരുന്നു. ഈ 3500 സംതിങ് ഞാൻ വേറെ അക്കൗണ്ടിലേക്ക് ഇട്ട് അത് ഫ്ലിപ്പിങ്ങിനുള്ള നോക്കി, പക്ഷെ അത് കംപ്ലീറ്റ്ലി വൈപ്പ് ഔട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും $8,000 അടുത്തുള്ള പ്രോഫിറ്റ് നമ്മൾ വിഡ്രോവൽ ഇതൊന്ന് ഓൾറെഡി എടുത്തിട്ടുണ്ട്, 500 ഡെപ്പോസിറ്റ് ചെയ്തിട്ട്. അതിന് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ഞാൻ വിഡ്രോവൽ എടുക്കാറ് പേപ്പലിലേക്കാണ്, IC മാർക്കറ്റിന് ഡയറക്റ്റ്ലി. അപ്പോൾ പേപ്പലിലുള്ള ഞാൻ കാണിച്ചു തരാം. സോ പേപ്പലിലെ ആക്ടിവിറ്റി, അതും ഞാൻ ഡേറ്റ് ഫിൽട്ടർ ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, നവംബർ 1 മുതൽ ഡിസംബർ, ഓൾമോസ്റ്റ് ഞാൻ ജാനുവരിയിലൊക്കെ വിഡ്രോവൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇതുവരെയുള്ള ഫിൽട്ടർ ആഡ് ചെയ്യാം. ട്രാൻസാക്ഷൻ ടൈപ്പ് പേയ്മെൻറ്റ് റിസീവ്ഡ് നോക്കാം, കാരണം ഇങ്ങോട്ട് വന്ന് മാത്രം കണ്ടാൽ മതിയല്ലോ. അപ്ലൈഡ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതിലൊക്കെ കാണാം പേയ്മെൻറ്റ് 11th നവംബർ 1500, 13th നവംബർ. ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ് പ്രൈവറ്റ് ലിമിറ്റഡാണ് IC മാർക്കറ്റിൻ്റെ പേയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് വേണേൽ ഓപ്പൺ ആക്കി ഇവിടെ കാണിച്ചു തരാം. ഡീറ്റെയിൽസ് ഇവിടെയുണ്ട്. എമൗണ്ട് എത്രയാണെന്നുള്ളത് 1500, 1000, 3500 സംതിങ് നവംബർ 18th. ഇതൊക്കെ അത് റിലേറ്റഡ് ആയിട്ടുള്ള വിഡ്രോവൽ കാര്യങ്ങളാണ്. ഓക്കെ, സോ നിങ്ങൾക്കിപ്പോൾ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് മനസ്സിലാവുന്നത് എങ്ങനെയാണ്. അതായത് ഈ ഒരു പെർട്ടിക്കുലർ സംഭവം ഞാൻ ഓൾറെഡി ചെയ്തതാണ്. ഇതുപോലെ പല ഫ്ലിപ്പിംഗ് ഞാൻ ചെയ്തിട്ടുണ്ട്, 250 2500 ആക്കി. അതൊക്കെ ലൈവിലി ഡിസ്കോഡ് ചാനൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ലൈവ് എൻ്റെ അക്കൗണ്ടിൽ തന്നെ ഈ ഒരു പ്രൂഫ് കാണിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൺവിൻസ്ഡ് ആവുന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് പോസിബിൾ ആണെന്നുള്ള കാര്യം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ആ ഒരു അക്കൗണ്ട് ഫ്ലിപ്പ് ചെയ്ത്, അതായത് ഹിസ്റ്ററി, ഒരു $500 to $10,000 ജേർണി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തൊക്കെ ട്രേഡ് എങ്ങനെയൊക്കെ എടുത്താന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതൊന്നുമല്ല. ഞാൻ ജസ്റ്റ് ലൈവ് അക്കൗണ്ടിൽ അത് ചെയ്തിട്ടുണ്ട്, വിത്ത് പ്രൂഫ് തന്നെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ പല അക്കൗണ്ട്സും $250 $2,500 ആക്കിയതൊക്കെ ഞാൻ ലൈവിൽ തന്നെ ഡിസ്കോഡ് ചാനലിൽ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ചെറിയ അക്കൗണ്ട്സ് ഫ്ലിപ്പ് ചെയ്ത്, ഇപ്പോൾ $50 അക്കൗണ്ട് ആണെങ്കിൽ അത് ഫ്ലിപ്പ് ചെയ്ത് 500 ആക്കാം, എങ്ങനെ അത് 1000 എത്തിക്കാം, അതിനുള്ള പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇത് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ പ്രോപ്പറായിട്ട് കാണുക, നോട്ട്സ് കാര്യങ്ങൾ എഴുതിയെടുക്കുക. കാരണം നിങ്ങൾ ഒരു ഹാഫ് പോർഷൻ മാത്രം കണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക്
ഹാഫ് നോളജ് ഉണ്ടാവുള്ളൂ. അത് വെച്ച് എന്തായാലും സക്സസ് ആവാൻ പറ്റില്ല. കാരണം നിങ്ങൾക്കറിയാം, ഒരു അക്കൗണ്ട് ഫ്ലിപ്പിംഗ് എന്ന് പറയുന്നത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് മാത്രമല്ല, ഇത് എപ്പോഴും പോസിബിൾ ആവുന്ന ഒരു കാര്യമല്ല. വളരെ ആക്യുറസി വേണ്ട ഒരു ട്രേഡിംഗ് രീതിയാണ്. ഓക്കെ, സോ മുഴുവനായിട്ട് കാണുക. അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, സോ ബേസിക്കലി ഈ ഒരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മെത്തേഡല്ല, നോർമൽ ബിഗിനേഴ്സിന് റെക്കമെൻഡ് ചെയ്യുന്ന മെത്തേഡല്ല. ഈ ഒരു മെത്തേഡ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന മെത്തേഡും അല്ല. എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫ്ലിപ്പിംഗ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മളതൊരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം അല്ലെങ്കിൽ മെയിൻ സെറ്റപ്പ് ഒരു സ്ട്രാറ്റജി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഞാനിപ്പോൾ അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഓൾറെഡി എൻ്റെ സെറ്റപ്പ് ബേസ്ഡ് പ്ലാൻ കാര്യങ്ങൾ, ട്രേഡ് കാര്യങ്ങൾ റൺ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു അഡീഷണൽ പ്രോഫിറ്റ് മാറ്റി വെച്ച് ആ ഒരു എമൗണ്ട് കൊണ്ട് നമ്മൾ ട്രൈ ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഓക്കെ, ഈ ഒരു എമൗണ്ട് ഞാൻ പോക്കാൻ റെഡിയാണ്, പോയാലും കുഴപ്പമില്ല, കിട്ടുകയാണെങ്കിൽ നല്ല എമൗണ്ട് റിട്ടേൺസ് കിട്ടുക എന്നുള്ള രീതിയിലൊരു ട്രൈ ഔട്ടിന് വേണ്ടി പല ടൈമിലായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്യാതിരിക്കുക. പ്രോപ്പർലി നിങ്ങളൊരു സെറ്റപ്പ് സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്യുക. ഇല്ലെങ്കിൽ അത് പ്രോപ്പർ ഗാംബ്ലിംഗ് എന്നുള്ള രീതിയിലേക്ക് മാറും. ഇതൊരു ഗാംബ്ലിംഗ് മെത്തേഡല്ല. എല്ലാവരും പറയുന്നത്, മോസ്റ്റ് ഓഫ് ദം പറയുന്നതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ബൈ ഇട്ടാൽ മതി, ഇങ്ങനെ ഇതിട്ടാൽ മതി, ഇൻഡിക്കേറ്റർ ബേസ് ഇട്ട്, അങ്ങനെയുള്ള ഒരു സംഭവമല്ല. അങ്ങനെ ഗാംബ്ലിംഗ് മെത്തേഡ്, അങ്ങനെ നമ്മളൊരു പ്രോപ്പർ സെറ്റപ്പ് ഇല്ലാതെ എടുക്കുന്ന ട്രേഡ് കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ആളുമല്ല ഞാൻ. അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കുക, ഇതൊരു ഗാംബ്ലിംഗ് സെറ്റപ്പ് അല്ല. നിങ്ങളുടെ സെറ്റപ്പ് ക്ലിയർ ആണെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാനുള്ള, ഞാൻ പറഞ്ഞതുപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാനുള്ള ഒരു മെത്തേഡല്ല. എപ്പോഴെങ്കിലുമൊക്കെ ട്രൈ ഔട്ട് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് എന്താ പറയുക, ഒരു ചാൻസ് മുതലെടുത്ത് കൂടുതൽ പ്രോഫിറ്റ് ക്വിക്കായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഈ ഒരു മെത്തേഡ് ചെയ്യുന്ന ടൈമിൽ, സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ. നിങ്ങൾക്ക് ലൂസ് ചെയ്യാൻ പറ്റുന്ന ക്യാപിറ്റൽ അത് മാത്രം ഇതിന് യൂസ് ചെയ്യുക. അത് $10 ആവട്ടെ, $50 ആവട്ടെ, $100 ആവട്ടെ, $500 ആവട്ടെ, വാട്ട് എവർ, അത് നിങ്ങൾക്ക് ലൂസ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ആയിരിക്കണം. അതായത് നിങ്ങൾക്കത് കംപ്ലീറ്റ്ലി വൈപ്പ് ഔട്ട് ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വിഷയമല്ല, ഇതെൻ്റെ സൈക്കോളജി അല്ലെങ്കിൽ എൻ്റെ ട്രേഡിങ്ങിനെ അല്ലെങ്കിൽ എൻ്റെ മെയിൻ ക്യാപിറ്റലിനെ ബാധിക്കില്ല എന്ന് ഉറപ്പുള്ള ആ ഒരു എമൗണ്ട് മാത്രം ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, എങ്ങനെ ട്രേഡ് എടുക്കാം. നിങ്ങൾ ഓൾറെഡി അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞു, അത്യാവശ്യം നല്ല ലിവറേജ് ഉള്ള ബ്രോക്കർ യൂസ് ചെയ്യുക. ഞാൻ യൂസ് ചെയ്യുന്നത് എക്സ്നെസ് ആണ് ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ. പിന്നെ IC മാർക്കറ്റ് യൂസ് ചെയ്യാറുണ്ട്. എക്സ്നെസ്സിൽ ഓൾമോസ്റ്റ് 1:2000 വരെയൊക്കെ ലെവറേജ് കിട്ടും. നമുക്ക് മാക്സിമം ലെവറേജ് ആവശ്യമാണ് ഇങ്ങനത്തെ ഫ്ലിപ്പിംഗ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ. കാരണം ചെറിയൊരു എമൗണ്ട് ഇട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ലിവറേജ് ഉണ്ടെങ്കിൽ മാത്രമേ അത്രയും ക്വാണ്ടിറ്റി നമുക്ക് ആഡ് ചെയ്ത് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ എക്സ്നെസ്സിന് അക്കൗണ്ട് ഇല്ലാത്തവർ എൻ്റെ റെഫറൽ ലിങ്ക് യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ സപ്പോർട്ടും ഉണ്ടാവും. എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങൾ വരികയാണെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ലിങ്ക് കാര്യങ്ങൾ ഞാൻ ബയോയിൽ കൊടുക്കും. ഈ ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്ന ടൈമിൽ നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇതിൽ മിസ്റ്റേക്സ് വരാനുള്ള ചാൻസ് കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കണം. അതായത് ഒരു റാൻഡമായിട്ട് എടുക്കുന്ന ട്രേഡോ കാര്യങ്ങളോ അല്ല, നിങ്ങൾ പ്രോപ്പറായിട്ടൊരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡിൽ എൻട്രി എടുക്കുക. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ഡേ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി എന്ന് വരണമെന്നില്ല. അത് ചിലപ്പോൾ ദിവസങ്ങളെടുക്കാം ആ ഒരു പെർട്ടിക്കുലർ ട്രേഡിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി, അല്ലെങ്കിൽ ആ പ്രൈസ് എത്താൻ വേണ്ടിയിട്ട്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എൻട്രി എടുക്കുന്ന ടൈമിൽ ഒരു പ്രോപ്പറായിട്ടുള്ള എൻട്രി ആയിരിക്കണം, പല കോൺഫ്ലുവൻസുള്ള എൻട്രി ആയിരിക്കണം. അതായത് ഇപ്പം ഒരു പെർട്ടിക്കുലർ പെയറിൽ ബൈയിങ് ഓർഡറാണ് നോക്കുന്നതെങ്കിൽ ആ ഒരു പോയിന്റിൽ എൻട്രി ലെവൽ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് അവിടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ കോൺഫ്ലുവൻസ് ഉണ്ടായിരിക്കണം, ഒരു ഡൈവേർജൻസോ അല്ലെ പിന്നെ ബ്രേക്ക് ഔട്ടോ അതല്ലെങ്കിൽ ലോജിക്കൽ ലെവലോ, അങ്ങനെ എന്തെങ്കിലും 2-3 കൺഫർമേഷൻ എപ്പോഴും നോക്കുക ആ ഒരു എൻട്രിക്ക് ട്രൈ ചെയ്യുന്ന ടൈമിൽ. പിന്നെ നിങ്ങൾക്ക് എപ്പോഴും നമ്മുടെ റിസ്ക് റിവാർഡ് എന്ന് പറയുന്ന സംഭവം, അതായത് നമ്മൾ എടുക്കുന്ന ട്രേഡ് നമ്മൾ എത്രയാണോ ലോസ് നമ്മൾ കാണുന്നത്, SL കാണുന്നത്, ആ SLൻ്റെ ഡബിൾ എന്തായാലും ഉണ്ടാവണം. 1:2 അറ്റ്ലീസ്റ്റ് കിട്ടുന്ന സെറ്റപ്സ് മാത്രം എൻട്രി എടുക്കുക. അങ്ങനെ എടുക്കാൻ പാടുള്ളൂ ഈ ഒരു പെർട്ടിക്കുലർ ഇതിൽ. പിന്നെ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എടുക്കുന്ന ട്രേഡിൽ മാക്സിമം പ്രോഫിറ്റ് നമ്മൾ അതിൽ നിന്ന് എടുക്കാനുള്ള ഒരു ട്രൈ ഔട്ട് നമ്മൾ ചെയ്യണം. അതായത് നമ്മൾ പെർട്ടിക്കുലർ ഒരു ടാർഗറ്റ് എത്തുന്ന ടൈമിൽ അവിടുന്ന് ടാർഗറ്റ് എടുത്ത് ക്ലോസ് ചെയ്ത് പോകുന്നതിന് പകരം SL ട്രയൽ ചെയ്ത് മാക്സിമം എത്രത്തോളം അതിൽ ആ ട്രേഡിൽ നിന്ന് എടുക്കാൻ പറ്റുമോ, ഒരു 1:3 1:4 റേഞ്ചിലേക്കൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുക്കാൻ ശ്രമിക്കുക. അതായത് എടുക്കുന്ന എൻട്രി പെർഫെക്റ്റ് ആയിരിക്കുക,
പിന്നെ അതുപോലെ മാക്സിമം ആ ഒരു എൻട്രിയിൽ നിന്ന് നമുക്ക് പിന്നെ ക്യാഷ് ഔട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആക്കാൻ നോക്കുക. മാക്സിമം എത്രയാണോ, അതായത് 1:2 1:3 വാട്ടെവർ, ആ ട്രേഡിനെ ആ ഒരു രീതിയിലേക്ക് വിന്നിങ് ട്രേഡിനെ അങ്ങനെ വിട്ടേക്കുക. മാക്സിമം എത്രത്തോളം പോവും, സ്ട്രക്ചറൽ ചേഞ്ച് വരുന്ന ഒരു ടൈം വരെ പ്രൈസിനെ മൂവ് ചെയ്യാൻ വിട്ടേക്കുക. SL ട്രയൽ ചെയ്തുകൊണ്ട് ആ ഒരു രീതിയിൽ കൊണ്ടുപോവുക. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തിൽ അല്ലെ സെറ്റപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് പറഞ്ഞ സംഭവത്തിൽ നമ്മൾ നോർമലി 1% റിസ്ക് ചെയ്യും, അല്ലെങ്കിൽ 2% റിസ്ക് ചെയ്യും, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഈ ഒരു മെത്തേഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 1% 2% റിസ്ക് ഒന്നും ഇതിലെടുക്കാൻ പറ്റില്ല. നമ്മൾ റിസ്ക് ചെയ്യുന്നത് 100% ആണ്. അതായത് ഫസ്റ്റ് ട്രേഡ് തന്നെ നമ്മൾ റിസ്ക് ചെയ്യാൻ പോകുന്നത് 100% ഓഫ് യുവർ ക്യാപിറ്റൽ. ആ ട്രേഡ് SL അടിക്കുകയാണെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആവുന്ന രീതിയിലാണ് ഇതിൽ എടുക്കേണ്ടത്. ഓക്കെ, സപ്പോസ് നിങ്ങളുടെ $100 പ്രോഫിറ്റ്, ക്യാപിറ്റൽ എങ്കിൽ അതിൽ നിങ്ങളെ SL എന്ന് പറയുന്നത്, നിങ്ങളുടെ സെറ്റപ്പിൽ SL വരുന്ന റേഞ്ച് എന്ന് പറയുന്നത് $100 ആയിരിക്കണം. അപ്പോൾ അതിൽ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി, അതിനനുസരിച്ച് ക്വാണ്ടിറ്റി, മാക്സിമം ക്വാണ്ടിറ്റി എടുക്കുക. എത്രയാണോ ആ ഒരു പെർട്ടിക്കുലർ SL കാണുന്ന റേഞ്ചിലേക്ക് പ്രൈസ് എത്തിക്കഴിഞ്ഞാൽ SL വരിക, അല്ലെങ്കിൽ ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആവുക, ആ ഒരു രീതിയിലുള്ള എൻട്രി അല്ലെങ്കിൽ ക്വാണ്ടിറ്റി നിങ്ങൾ എടുക്കുക. ആ എടുക്കുന്ന ടൈമിൽ നിങ്ങൾ $100 ലൂസ് ചെയ്യുന്നതെങ്കിൽ മിനിമം $200 കിട്ടുന്ന രീതിയിലുള്ള ട്രേഡ് സെറ്റപ്പ് കാര്യങ്ങൾ മാത്രം എടുക്കുക. ഓക്കെ, പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു എൻട്രി അല്ലെങ്കിൽ ഈ ഒരു സെറ്റപ്പ് കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ന്യൂയോർക്ക് സെഷൻ അല്ലെങ്കിൽ ലണ്ടൻ സെഷൻ, ആ ഒരു ഓവർലാപ്പിംഗ്, ആ ഒരു ടൈമിൽ മാത്രം ട്രേഡ് കാര്യങ്ങൾ ഓപ്പൺ ചെയ്യുക. ഏഷ്യൻ സെഷന് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. ന്യൂയോർക്ക് അല്ലെങ്കിൽ ലണ്ടൻ അല്ലെങ്കിൽ US മാർക്കറ്റ് സെഷൻ ഓപ്പൺ ചെയ്യുന്ന, US മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ടൈം, ആ ഒരു ടൈം, അങ്ങനെയുള്ള ടൈമിൽ ഹൈ ലിക്വിഡിറ്റി ഉള്ള ടൈമിൽ മാത്രം എൻട്രി നോക്കുക. ഓക്കെ, അത് മാത്രമല്ല ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ എക്സിറ്റ് എന്ന് പറയുന്നത് ന്യൂയോർക്ക് സെഷൻ്റെ എൻഡിൽ നിങ്ങൾ എക്സിറ്റ് ആവുക. ഹോൾഡ് ചെയ്യാൻ നിൽക്കരുത്. അതായത് ഇത് ഇൻട്രാഡേ ബേസ്ഡുള്ള സംഭവമാണ്. നിങ്ങൾ ട്രേഡ് ഇന്നുണ്ടെങ്കിൽ ഇന്നൊരു ട്രേഡ് എടുത്തു, അത് നാളത്തെയും കൂടെ വെക്കാന്നുള്ള രീതിയിൽ വെക്കാൻ പാടില്ല. ട്രേഡ് എടുക്കുക, ന്യൂയോർക്ക് സെഷനിലോ അല്ലെങ്കിൽ ലണ്ടൻ സെഷനിലോ ട്രേഡ് എടുക്കുക. ഈ ന്യൂയോർക്ക് സെഷന് എൻഡ് ചെയ്യുന്ന ആ ഒരു ടൈം ആവുന്നപ്പോഴേക്ക് നിങ്ങളുടെ ട്രേഡ് ക്ലോസ് ആയിരിക്കണം. ഒന്നെങ്കിൽ അത് പ്രോഫിറ്റ് ടാർഗറ്റിൽ ഹിറ്റ് ചെയ്തിട്ട് ക്ലോസ് ആവുക, അല്ലെങ്കിൽ നിങ്ങൾ മാനുവലി എവിടെയാണോ പോയിന്റ് നിൽക്കുന്നത് അവിടെ നിന്ന് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഈ സെയിം സംഭവം നെക്സ്റ്റ് ഡേ റിപ്പീറ്റ് ചെയ്യുക. ആ ഒരു രീതിയിൽ മാത്രം ചെയ്യുക. ഒരിക്കലും ട്രേഡ് ക്യാരി ഓവർ ചെയ്യാൻ പാടില്ല. സെയിം ഡേ എക്സിക്യൂഷൻ, ആയത് സെറ്റപ്പ് ഉണ്ടാവുക, ബൈ ചെയ്യുക, ക്ലോസിങ് അല്ലെങ്കിൽ സെല്ല് ചെയ്യുക, ക്ലോസിങ്ങും സെയിം ഡേ തന്നെ ആയിരിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ട്രേഡ് എടുക്കുന്ന ടൈമിൽ അറ്റ്ലീസ്റ്റ് 2 ടൈം ഫ്രെയിമെങ്കിലും സിംഗിൾ ഉണ്ടായിരിക്കുക. അതായത് നമ്മളിപ്പോൾ ഒരു 4 hour ടൈം ഫ്രെയിമിലാണ് ഫസ്റ്റ് നോക്കുന്നതെങ്കിൽ 4 hourൽ നിങ്ങൾ ട്രെൻഡ് ബുള്ളിഷാണ്. അപ്പോൾ നിങ്ങൾ എൻട്രി എടുക്കുന്ന ടൈം നിങ്ങൾ നെക്സ്റ്റ് ഒരു ടൈം ഫ്രെയിം കൂടെ കൺസിഡർ ചെയ്യണം. 4 hour നോക്കുക, നെക്സ്റ്റ് 30 മിനിറ്റോ അങ്ങനെ ഏതെങ്കിലും ഒരു ടൈം ഫ്രെയിം കൂടെ കൺസിഡർ ചെയ്ത് രണ്ടിലും ട്രെൻഡ് ബുള്ളിഷ് ആണെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. അതായത് നമ്മൾ ട്രെൻഡിൻ്റെ കൂടെയാണ് ഈ ഒരു പെർട്ടിക്കുലർ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. ഒരിക്കലും ട്രെൻഡിന് അഗെയിൻസ്റ്റുള്ള ട്രേഡ് ചെയ്യാൻ നമ്മൾ പാടില്ല. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറയും. അതുകൊണ്ടാണ്. സോ 2 ടൈം ഫ്രെയിമെങ്കിലും സിങ്ക് ആവുന്ന രീതിയിലുള്ള ട്രേഡ് കാര്യങ്ങൾ, സെറ്റപ്പ് കാര്യങ്ങൾ നോക്കുക. അപ്പോൾ 2 ടൈം ഫ്രെയിമിൽ ബുള്ളിഷ് ആണെങ്കിൽ ബുള്ളിഷ് ടൈം ഫ്രെയിമിലുള്ള സെറ്റപ്പ് നോക്കുക. അപ്പോൾ നിങ്ങൾ എൻട്രി എടുക്കുന്ന ടൈമിൽ 5 മിനിറ്റിൽ തന്നെ എൻട്രി എടുക്കാം, അല്ലെങ്കിൽ 15 മിനിറ്റിൽ എൻട്രി എടുക്കാം. നിങ്ങളുടെ സെറ്റപ്പിനെ ബേസ് ചെയ്തിട്ട് ടൈം ഫ്രെയിമിൽ എൻട്രി എടുക്കാം. പക്ഷേ എപ്പോഴും വലിയ 2 ടൈം ഫ്രെയിം സിംഗിളാണെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ കാര്യം, 1%ഓ 3%ഓ റിസ്ക് മാനേജ് അങ്ങനെയുള്ള ഒരു സംഭവമില്ല. 100% റിസ്ക് നിങ്ങൾ ഫസ്റ്റ് ട്രേഡ് ചെയ്യണം. അങ്ങനെ 100% റിസ്ക് നിങ്ങൾ ഫസ്റ്റ് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ട്രേഡ് എക്സിക്യൂട്ടായി നിങ്ങൾക്ക് 1:2 പ്രോഫിറ്റ് കിട്ടി. ഇപ്പോൾ $100 ഇട്ടതെങ്കിൽ $300 $200 പ്രോഫിറ്റ് കിട്ടി. ടോട്ടൽ ക്യാപിറ്റൽ 300 ആയി. ഇനി നിങ്ങൾ ആ ഒരു $100 നിങ്ങൾ ഓൾറെഡി റിസ്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സെക്കൻഡ് ട്രേഡിൽ നിങ്ങൾ റിസ്ക് ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 50% ആണ്. അതായത് ഇപ്പോൾ ഓൾറെഡി നമ്മളെ ക്യാപിറ്റൽ 300 ആയി. ആ 300ൻ്റെ പകുതി $150. ഓക്കെ, $150 റിയാലല്ല, $150. ആ $150 ആയിരിക്കണം നിങ്ങളെ നെക്സ്റ്റ് ട്രേഡിൽ നിങ്ങൾ റിസ്ക് ചെയ്യേണ്ടത്. സെയിം സെറ്റപ്പ്സ് കാര്യങ്ങൾ, സെയിം സ്റ്റെപ്സ് കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, വീണ്ടും അതിൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവുകയാണെങ്കിൽ ഇനി നെക്സ്റ്റ് ട്രേഡിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 ട്രേഡ് കഴിഞ്ഞ് ഫസ്റ്റത്തെ ട്രേഡിൽ 100% റിസ്ക് ചെയ്യുക, സെക്കൻഡ് ട്രേഡിൽ നിങ്ങൾ 50% റിസ്ക് ചെയ്യുക, പിന്നെ തേർഡ് ട്രേഡ് മുതൽ നിങ്ങൾ റിസ്ക് ചെയ്യേണ്ട പെർസെൻറ്റേജ് പറഞ്ഞാൽ ഒരു 30 to 50% മാത്രം റിസ്ക് ചെയ്യുക തേർഡ് ട്രേഡ് മുതൽ. ഓക്കെ, തേർഡ് ട്രേഡിൽ 30 to 50% മാത്രം റിസ്ക് ചെയ്യുക.
ആ ഒരു ട്രേഡ് കൂടെ പ്രോഫിറ്റബിൾ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ട്രേഡ് മുതൽ നിങ്ങൾ 20% മാത്രം റിസ്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഫസ്റ്റ് ട്രേഡിൽ 100% റിസ്ക് ചെയ്യുക. സെക്കൻഡ് ട്രേഡിൽ ഈ പറഞ്ഞ പോലെ 50% മാത്രം റിസ്ക് ചെയ്യുക. തേർഡ് ട്രേഡിൽ നിങ്ങൾ 30-50% മാത്രം റിസ്ക് ചെയ്യുക. ഫോർത്ത് ട്രേഡ് ഓൺവേർഡ്സ് നിങ്ങൾ ക്യാപിറ്റലിൻ്റെ 20% മാത്രം റിസ്ക് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക. ഈ സ്റ്റെപ്പ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന ഓരോ എൻട്രിയും പെർഫെക്റ്റ് ആയിരിക്കണം. ഈ ഒരു സെറ്റപ്പ് നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് കാര്യങ്ങൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ എടുക്കുന്ന ട്രേഡ് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം, സെറ്റപ്പ് ആയിരിക്കണം, കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ടൈമിൽ മാത്രമേ നിങ്ങൾക്കിത് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കാണുക. കാരണം ഇത് ഈ വീഡിയോ കംപ്ലീറ്റ് റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടെ കാണുക. കാരണം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് പ്രോപ്പറായിട്ട് ഈ സ്റ്റെപ്പ് കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതിനുള്ള ഞാൻ പറഞ്ഞു പ്രൂഫ് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മെത്തേഡ് ഞാൻ യൂസ് ചെയ്യുന്നത് അക്കൗണ്ട് ഫ്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടാർഗറ്റ് നിങ്ങൾ എപ്പോഴും ചെയ്യുക. നിങ്ങളിപ്പോൾ $50 കൊണ്ടാണ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ പോകുന്ന ടൈമിൽ ഒരു 500 എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും വിഡ്രോവൽ എടുക്കാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ വീണ്ടും ആ 500 നിങ്ങൾക്ക് ഡബിൾ ആക്കാം, അല്ലെങ്കിൽ വീണ്ടും ഇതാക്കാം. കൂടുതലേക്ക് പോയി ഗ്രീഡ് എന്ന് പറയുന്ന ഫാക്ടർ വരും. ആ ഒരു ഫാക്ടർ റിമൂവ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് എത്തുന്ന ടൈമിൽ പ്രോഫിറ്റ് വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുക. അതായത് നിങ്ങളിപ്പോൾ ഒരു 500 എത്തിക്കഴിഞ്ഞാൽ ഒരു $400 വിഡ്രോവൽ കൊടുക്കുക. ബാക്കി $100 വീണ്ടും ഈ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഈ സ്റ്റെപ്സ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രാറ്റജി കാര്യങ്ങൾ, നിങ്ങളുടെ പ്ലാന് കാര്യങ്ങൾ പ്രോപ്പറായിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഇടുന്ന എമൗണ്ട് കംപ്ലീറ്റ്ലി വൈപ്പ് ഔട്ട് ചെയ്ത് പോയുള്ള ഒരിക്കലും പ്രോഗ്രസ് ഉണ്ടാവില്ല. ഓക്കെ, ഇതിലെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ അതിനുള്ള റിപ്ലൈ തരാം. പിന്നെ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളോ കാര്യങ്ങളല്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം പ്രോപ്പർ സെറ്റപ്പ് ഉണ്ടായിരിക്കുക. നിങ്ങൾ എടുക്കുന്ന ട്രേഡ് എൻട്രീസ് കാര്യങ്ങൾ, പിന്നെ പ്രോപ്പറായിട്ടുള്ള സെഷനിൽ ലണ്ടൻ സെഷനിൽ ന്യൂയോർക്ക് സെഷനിൽ മാത്രം എൻട്രി എടുക്കാൻ നോക്കുക. 2 ടൈം ഫ്രെയിം സിങ്ക് ആയിട്ട് ഉണ്ടാവണം. നമ്മൾ ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ പാടില്ല. 2 ടൈം ഫ്രെയിം എപ്പോഴും സിങ്ക് ആയിട്ട് ഉണ്ടാവണം. ബൈയിങ് സൈഡിലേക്കാണെങ്കിൽ ആ ട്രെൻഡ് ബുള്ളിഷ് ആയിട്ടുള്ള രീതിയിൽ ബൈയിങ് സൈഡിലേക്ക് മാത്രം എൻട്രി നോക്കുക. സെല്ലിംഗ് സൈഡിലേക്കാണെങ്കിൽ ട്രെൻഡ് ബെയറിഷ് ആണെങ്കിൽ സെല്ലിംഗ് സൈഡിലേക്കുള്ള രീതിയിൽ മാത്രം എൻട്രി നോക്കുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് കാര്യം, ഫസ്റ്റ് ട്രേഡിൽ 100% റിസ്ക്, സെക്കൻഡ് ട്രേഡിൽ 50% റിസ്ക്, തേർഡ് ട്രേഡിൽ 30-50% റിസ്ക്, ഫോർത്ത് ട്രേഡ് മുതൽ അങ്ങോട്ട് എല്ലാ ട്രേഡിലും 20% റിസ്ക് മാത്രം എടുക്കുക. പിന്നെ നെക്സ്റ്റ് കാര്യം, പ്രോഫിറ്റ് ഓൺ ടൈമിൽ വിഡ്രോ ചെയ്യുക. ഒരു പെർട്ടിക്കുലർ ടാർഗറ്റ് എത്തുന്ന ടൈമിൽ നിങ്ങൾ പ്രോഫിറ്റ് വിഡ്രോ ചെയ്യുക. എന്നിട്ട് ഈ പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. സോ ഇതൊക്കെയാണ് കാര്യങ്ങൾ. മൈൻഡിൽ വെക്കുക, നോട്ട് ചെയ്യുക, പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുക. എങ്ങനെ ആരെങ്കിലും ഈ രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. റിസൾട്ട് കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്, എന്തൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരുന്നത്, എന്തൊക്കെ പിന്നെ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ പ്രോപ്പറായിട്ട് അതിനുള്ള റിപ്ലൈ കാര്യങ്ങൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ തരാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ നെക്സ്റ്റ് വീക്ക് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കൂ ഇതിൻ്റെ എങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നതെന്നുള്ളതൊക്കെ. സോ ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.